Android programming. Dear students, today we will discuss about the topic Android resources. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻഡ്രോയിഡ് റിസോഴ്സിന്റെ തിയറി പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം റിസോഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പ്രാക്ടിക്കൽ സെഷനിൽ നമുക്കൊന്ന് കാണാം. ഏതൊക്കെ ടൈപ്പ് റിസോഴ്സ് ഉണ്ടായിരുന്നു? സ്ട്രിംഗ് റിസോഴ്സസ്, കളർ റിസോഴ്സസ്, ഇമേജ് റിസോഴ്സസ്, ഡയമെൻഷൻ റിസോഴ്സസ് ആൻഡ് ലേഔട്ട് റിസോഴ്സസ്. അപ്പോൾ ഇത്രയും റിസോഴ്സസുകൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യാം? വളരെ ബേസിക് ആയ കാര്യങ്ങൾ വെച്ച് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത് നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർഫേസ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എക്ലിപ്സ് ADT. ഓക്കെ, അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. എങ്ങനെയാണ് AVD ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഞാനിവിടെ 3 കൺട്രോൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ടെക്സ്റ്റ് വ്യൂ എന്നുള്ള കൺട്രോൾ, അല്ലെങ്കിൽ ഹലോ വേൾഡിന് സ്ട്രിംഗ് ഉണ്ട്. വേറെ ഒന്ന് എഡിറ്റ് ടെക്സ്റ്റ് കൺട്രോൾ, അതിന്റെ തേർഡ് വൺ ഒരു ബട്ടൺ കൺട്രോൾ. ഈ 3 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിലുള്ള കണ്ടന്റുകൾ നമുക്ക് നോക്കണം, ഏതൊക്കെയാ കണ്ടന്റ് ആണുള്ളത്. അപ്പൊ ഇവിടെ സ്ട്രിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. സ്ട്രിംഗ് എവിടെ ഉണ്ടായിരിക്കുക? എവിടെ സ്ട്രിംഗ് സ്റ്റോറേജ് ഉണ്ടാവുക? strings.xml RES എന്ന ഫോൾഡർ, അല്ലെ റിസോഴ്സ് ഫോൾഡറിൽ ഉണ്ടായിരിക്കുക. അല്ലെ വാല്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടോ? ഇവിടെ strings.xml. നമ്മൾ ഇതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ആ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. string.xml ഇതിന്റെ റിസോഴ്സസിന്റെ കണ്ടന്റ് ആയി കാണിക്കുന്നത്. ഇവിടെ ഇത് UI വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. കാരണം ഇവിടെ ആപ്പ് നെയിം സ്ട്രിംഗ് ആണ്, അതുപോലെ ആക്ഷൻ സെറ്റിംഗ്സ് അത് സ്ട്രിംഗ് ആണ്, ഹലോ വേൾഡ് അത് സ്ട്രിംഗ് ആക്കിയാണ്. ഇവിടെ നമുക്ക് പുതിയത് ആഡ് ചെയ്യാം. അതുപോലെ ആഡ് കൊടുത്തിട്ട് ഇന്റർഫേസ് വഴി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റിസോഴ്സ് ഏതൊക്കെ റിസോഴ്സ് ആണ്? കളർ, ഡയമെൻഷൻ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ സ്ട്രിംഗ് റിസോഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിന് കോഡ് എഴുതാം. കറക്റ്റ് കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് വരും. ഇതാണ് XML കോഡ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ട്. ആപ്പ് നെയിം, ആക്ഷൻ സെറ്റിംഗ്സ്, ഹലോ വേൾഡ്, ഈ കണ്ടന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നെയിം ആപ്പ് നെയിം ആണ്. അതിൻ്റെ ഉള്ളിലെ വാല്യൂ എന്തായിരിക്കും? മൈ ഫസ്റ്റ് ആപ്പ് എന്നാണ്. അതുപോലെ സെക്കൻഡ് വൺ എഡിറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ആക്ഷൻ സെറ്റിംഗ്സ് എന്നാണ് അതിന്റെ വാല്യൂ, അതിന്റെ നെയിം ഉള്ളത്. അതുപോലെ അതിന്റെ ഉള്ള വാല്യൂ സെറ്റിംഗ്സ് എന്നാണുള്ളത്. അല്ലെ, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തിയറി ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു A വോൾവോ അല്ലെങ്കിൽ A ടൊയാട്ടോ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ടൊയാട്ടോ എന്നുള്ള നെയിം എന്നുള്ള ഒരു കാർ നെയിം ആണ്. അത് അതിന്റെ വാല്യൂ ആണ്. A പറഞ്ഞാണ് ഈ ഒരു കണ്ടന്റ്. A എന്ന് പറഞ്ഞാൽ അതിന്റെ നെയിമാണ്, ആ വേരിയബിൾ നെയിം. അതേ കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഹലോ വേൾഡ്, ഇത് ഹലോ വേൾഡിന് എഴുതിയുള്ളത് അതിന്റെ ആ വേരിയബിൾ നെയിം ആണ്. അതിന്റെ ടെക്സ്റ്റ് അതിലുള്ള വാല്യൂ ആണ് എന്തുള്ളത്? ഈ ഒരു ഹലോ വേൾഡിന് കൊടുത്തിട്ടുള്ളത്. ഈ രൂപം നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ബൈ ഡിഫാൾട്ട് വന്ന കണ്ടന്റ് ആണ് നമ്മളിവിടെ ഇപ്പൊ കണ്ടത് കേട്ടോ, ഈ ഒരു വാല്യൂസിൽ. ഇതിന്റെ XML കൂടെ നോക്കിയേ, മെയിൻ ആക്ടിവിറ്റി _main XML. ഇതാണ് ഓരോ കോഡുകളും. ടെക്സ്റ്റ് വ്യൂവിന്റെ കോഡ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കാര്യങ്ങളൊക്കെ അല്ലെ. എഡിറ്റ് ടെക്സ്റ്റിന്റെ കോഡ്, അതുപോലെ ബട്ടന്റെ കോഡ്. അപ്പൊ ഇവിടെ ഈ ഒരു വിൻഡോയിൽ കണ്ടിട്ടുണ്ട് ബട്ടന് താഴെ ഇവിടെ ഉണ്ട് ഒരു ഐക്കൺ. ഇതൊരു സ്പെസിഫൈഡ് കൺസെപ്റ്റ് ആണ്. ഇത് ഇവർ പറയുന്നത് സ്ട്രിംഗ്, ഇവർ മൗസ് കൊണ്ടുവരുമ്പോൾ താഴെ എഴുതി കാണിക്കുന്നുണ്ടോ ഒരു വേർഡ്? ഓക്കെ, ഹിന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ബട്ടൺ ഷുഡ് യൂസ് @string resources. സ്ട്രിംഗ് റിസോഴ്സിന് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഹലോ വേൾഡ് ഉണ്ട്. ഈ ഹലോ വേൾഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ആപ്പ് നെയിമിൽ ഹലോ വേൾഡ് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ മൈ ഫസ്റ്റ് ആപ്പ് എന്നുണ്ട്. അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മൈ ഫസ്റ്റ് ആപ്പ് നെയിം മൈ ഫസ്റ്റ് ആപ്പ്. ഇതൊക്കെ സ്ട്രിംഗ് ആണ്. ഞാൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ എവിടെയെല്ലാം ടെക്സ്റ്റുകൾ ഉണ്ടോ ആ ടെക്സ്റ്റുകളെല്ലാം സ്ട്രിംഗ് ആക്കി കൺവേർട്ട് ചെയ്യും. ആ സ്ട്രിംഗ് ആഡ് ചെയ്യണം. അപ്പൊ ബട്ടൺ എന്ന് പറഞ്ഞ സ്ട്രിംഗ് ഇവിടെ കാണുന്നില്ല. അതാണ് ഇവിടെ ഒരു മെസ്സേജിന് ഒരു ഐ നോട്ടിഫിക്കേഷൻ കാണുന്നത്. കണ്ടോ, ഒരു വാർണിംഗ് ആണ്. അതുപോലെ ഇവിടെയും കാണാൻ പറ്റും. നമ്മൾ കോളേജ് എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജിൽ, ഈ ഒരു പ്രോജക്റ്റിൽ ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും അല്ലെ. ഈ ഐക്കൺ എവിടെ വരുന്നത്? ഇതാ ഇവിടെ RES. പിന്നെ ഇവിടെ വരുന്നത് സബ് ലേഔട്ടിൽ. കണ്ടോ, ലേഔട്ടിലാണ് ഈ ഓപ്ഷൻ വരുന്നത്. അപ്പൊ ഇതുവരെ ഈ വരാൻ കാരണം ഈ റിസോഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് വാർണിംഗ് ആണ്, നമുക്ക് നിർബന്ധമില്ല. ഒരു കണ്ടന്റ് വാർണിംഗ് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിത് ഒരു ചേഞ്ച് ചെയ്യണം. അപ്പൊ റിസോഴ്സ് ഇവിടെ ആഡ് ചെയ്യണം. ഇത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ XML കോഡ് എടുക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. XML കോഡിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്ട്രിംഗ്. ഒരു കൺട്രോൾ സ്പേസ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. കോഡുകളെല്ലാം ഓട്ടോമാറ്റിക് വരും. കൺട്രോളും സ്പേസും ഒരുമിച്ച് എൻ്റർ ചെയ്യും. നമ്മൾ കൺട്രോൾസ് ഒക്കെ ചെയ്യില്ല, അതുപോലെ കൺട്രോളും സ്പേസ് ബാറും ഒരുമിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരും. എന്തൊക്കെ അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ട്രിംഗ് അറേ ഇതൊക്കെ എൻ്റർ ചെയ്യാം. നമുക്ക് സ്ട്രിംഗ് ആണ് ആവശ്യമില്ല. സ്ട്രിംഗ് നെയിം അല്ലെ, നെയിം = ഡബിൾ കോഡ്സിൽ നമുക്ക് എൻ്റർ ചെയ്യാം. എന്താ എൻ്റർ ചെയ്യേണ്ടത്? നമുക്ക് അവിടെ കൊടുക്കുന്ന വേർഡിന്റെ ഒരു നെയിം കൊടുക്കാം. നമുക്ക് ഡിസ്പ്ലേ കൊടുക്കാം.
ഡിസ്പ്ലേ എന്നുള്ളത് ആ ഒരു നെയിമാണ്. അതിന്റെ വാല്യൂ നമുക്ക് ഇതിൽ ഒരു ഡബിൾ കോഡ്സിന് പുറത്ത് നമുക്ക് കൊടുക്കാം. വാല്യൂ എന്താ കൊടുക്കാം, നമുക്ക് ഷോ കൊടുക്കാം. ഷോ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ആ സ്ട്രിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ഡിസ്പ്ലേന്റെ കണ്ടന്റാണ് കൊടുത്തുള്ളത്. ഇനി ഇത് നമുക്ക് ഇവിടെ ഈ XML കോഡ്, ഈ ഒരു കോഡ് ഉണ്ട് ഡിസൈൻ, അതിന്റെ XML കോഡ് നമുക്ക് അറേഞ്ച് ചെയ്യണം. നോക്കി മുകളിൽ ഹലോ വേൾഡ് അസൈൻ ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. ടെക്സ്റ്റ് വ്യൂവിന് ഹലോ വേൾഡ് @ കൊടുത്ത് ഹലോ വേൾഡ് കൊടുത്തു. അതേ കണ്ടന്റ് നമുക്ക് ഇവിടെയും കൊടുക്കാം. കണ്ടോ, ഇവിടെയാണ് ആ ഒരു ടെക്സ്റ്റ് വരുന്ന ഒരു വാണിംഗ് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാം ഇവിടെ കാണിച്ചു വരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ബട്ടന്റെ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ടൺ എന്നതിന് പകരം നമുക്ക് അവിടെ @ എന്താണ് കൊടുക്കേണ്ടത്, സ്ട്രിങ്ങിനാണ് കൊടുക്കേണ്ടത് അല്ലേ? ടൈപ്പ് ചെയ്ത് വെക്കണ്ട സ്ട്രിങ് സ്ലാഷ് ഒരു കൺട്രോൾ സ്പേസ് കഴിച്ചാൽ അവിടെ കൊടുത്ത എല്ലാ സ്ട്രിങ്ങും ഇവിടെ കിട്ടും. നമ്മളിവിടെ കൊടുത്തപ്പോൾ ഉണ്ടോ ആക്ഷൻ സെറ്റിംഗ്സും ആപ്പും വേൾഡും ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ഇപ്പൊ കൊടുത്തുള്ള ഡിസ്പ്ലേ ഇത് കാണുന്നില്ല. ഡിസ്പ്ലേയും ഷോ കാണുന്നില്ല. കാരണം എന്തായാലും സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാൻ പോകണം. കണ്ടോ, ഇവിടെ സേവ് ചെയ്യാം. സേവ് കൊടുത്തു. ഇനി അവിടെ നമുക്കൊന്ന് സ്പേസ് അടിച്ചു നോക്കാം, ഒരു സ്ലാഷ്. കണ്ടോ, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേ വന്നു. കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡിസ്പ്ലേ വന്നു. ഈ ഡിസ്പ്ലേ വന്ന് നമ്മൾ സേവ് ചെയ്തോടുകൂടെ ഇവിടെ ഈ ലേഔട്ട് ബട്ടണിന് മാറിയിട്ട് അവിടെ എന്തായി, ഷോ ആയി വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ കാണുന്നുണ്ടോ, വാണിംഗ് ഇല്ലല്ലോ. ഇവിടെ കാണുന്നുണ്ടോ, ഇല്ല. അതായിരുന്നു എറർ. സോ എങ്ങനെയാണ് സ്ട്രിംഗ് റിസോഴ്സ് ഇവിടെ ആഡ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെയെല്ലാം സ്ട്രിംഗ് ടെക്സ്റ്റുകൾ ഉണ്ടോ, സ്ട്രിംഗ് ഉണ്ടോ, ആ സ്ട്രിംഗ് എല്ലാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ നമുക്ക് കളർ റിസോഴ്സ് എന്താ നോക്കാം. കളർ റിസോഴ്സിൽ നമുക്ക് എവിടേക്ക് കളർ വെച്ചാൽ ടെക്സ്റ്റ് കളർ സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം, ഫോർഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു ഫോർഗ്രൗണ്ട് കളർ, ഈ വൈറ്റ് സ്പേസ് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്, ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ദാ ഇവിടെ അല്ല ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റുകൾ ഇവിടെ ഒക്കെ പറയുന്നുണ്ട്. ഇതിലൊന്നും കളറിന്റെ സെറ്റിംഗ്സ് കാണില്ല, ഒക്കെ സ്ട്രിംഗ് കണ്ടന്റാ. സ്റ്റൈലും ഉണ്ട്. ബൈ ഡീഫാൾട്ട് ആപ്പ് സ്റ്റൈലാണ്. നമുക്ക് വേണമെങ്കിൽ അത് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതിന്റെ കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ കോഡ് എഴുതണം. ഗ്രാഫിക് XML കോഡ് ഈ ഒരു പോർഷനിൽ ഇവിടെയാണ് അതിന്റെ കോഡ് വരിക. ഈ ഒരു പോർഷനാണ് റിലേറ്റീവ് ലേഔട്ടിലാണ് കറന്റ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രിംഗ് XML നമുക്ക് അതിന്റെ കോഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെ കാണിക്കാം. നോക്കി, ഇവിടെ നമുക്ക് സ്ട്രിംഗ് അതിന് കളറിന് എൻ്റർ ചെയ്യാം. കണ്ടോ, കളർ റിസോഴ്സ് നമുക്ക് RGB ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടന്റ് എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. RGBന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് ഒരു റെപ്രസെന്റേഷൻ നടത്തുന്നത്. നമുക്ക് എൻ്റർ കൊടുക്കാം. കളർ നെയിം = നമുക്കൊരു നെയിം നേരത്തെ എൻ്റർ ചെയ്ത പോലെ സ്ട്രിംഗ് നെയിം എൻ്റർ ചെയ്യാം. ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യല്ലേ, നമുക്ക് എന്ത് കൊടുക്കാം, CLR നെയിം കൊടുക്കാം, കളർ നെയിം. എന്നിട്ട് നമുക്ക് അതിന്റെ ഹാഷ് വാല്യൂ കൊടുക്കാം, ഹാഷ് ദെൻ റെഡ് കൊടുക്കുക. അപ്പോൾ R അല്ലേ, അപ്പോൾ മാക്സിമം FF ആണ്, FF0000. ഇപ്പൊ റെഡ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു കളർ നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ സേവ് ചെയ്തു, ലൊക്കേഷൻ സേവ് ചെയ്തു. അപ്പൊ ഇതൊരു കളർ നെയിം കിട്ടി. ഇതാണ് അതിന്റെ നെയിം, അതിന്റെ വാല്യൂ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കോഡിൽ നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റർ ചെയ്ത് നോക്കാം. ഗ്രാഫിക്കൽ ലേഔട്ടിൽ ഡയഗ്രാം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എന്താ കളർ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. CLR നെയിം നമ്മൾ അവിടെ കൊടുത്ത അതേ നെയിം വന്നത്, CLR നെയിം. അവിടെ ABC കൊടുത്ത അവിടെ ABC വരും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത ആ കളർ വന്നു. നമുക്ക് ആ കോഡിൽ കളർ ചേഞ്ച് ചെയ്യാം. എവിടെ ചേഞ്ച് ചെയ്യാം, ഇവിടെ കളറിൽ ഫസ്റ്റ് റെഡ് അല്ലേ വന്നല്ലേ, ആ റെഡ് മാറ്റാം. ലാസ്റ്റ് കൊടുക്കാം FF. അപ്പൊ ഏതാ കിട്ടും, ബ്ലൂ ആണ് കിട്ടുന്നത്. സേവ് ചെയ്തു. ലേഔട്ട് നോക്കുക, ബ്ലൂ അല്ലേ. അത് അവിടുന്ന് ആ കോഡ് കൊണ്ട് വരുന്ന താമസമുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് അത് സിസ്റ്റം ഫാസ്റ്റ് ആണ്, അപ്പം അത് മാറിയിട്ടുണ്ടാവും. നമ്മൾ ചേഞ്ച് ചെയ്യാം, സേവ് ചെയ്തോടെ മാറും. ഓക്കെ, ഇനി നമുക്കതൊന്ന് വേറെ വാല്യൂസ് കൊടുക്കാം. ഞാൻ ഇവിടെ കളർ നെയിം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ചേഞ്ച് ചെയ്യുന്ന കളർ നോക്കി FF0000 ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് റെഡാണ് കിട്ടിയിരുന്നത്. അത് മാറ്റിയിട്ട് ഫസ്റ്റ് റെഡ് ഓക്കെ, അതുപോലെ ഗ്രീൻ നെക്സ്റ്റ് ബ്ലൂ കൊടുക്കാം FF. ഓക്കെ, അപ്പോൾ റെഡും ബ്ലൂവും നമുക്ക് മാക്സിമം വാല്യൂസ് കൊടുത്തു. ദെൻ സേവ് ചെയ്തു. സേവ് ചെയ്തതിനു ശേഷം ഈ ഒരു വിൻഡോയിൽ വന്ന് നോക്കി, കറക്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ റെഡ് മാറിയിട്ട് വരെ ഒരു കളർ വന്ന്. നമുക്ക് ഇവിടെ വാല്യൂ സെറ്റിനനുസരിച്ച് ഇവിടെ വാല്യൂ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ വേറെ ഏത് വാല്യൂ കൊടുക്കാം, FF മാക്സിമം കൊടുത്താണ്, FF 1028. ഓക്കെ, സേവ് ചെയ്യാം. കളർ ചേഞ്ച് ആണല്ലോ. അപ്പൊ അവിടെ സേവ് ചെയ്താൽ ആ സ്പോട്ട് തന്നെ ഇവിടെ ചേഞ്ച് ആവും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കളർ റിസോഴ്സ് ആണ്. കളർ നെയിം ഒരു വാല്യൂ കൊടുത്തു, ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചു. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നമുക്ക് ഇമേജ് റിസോഴ്സ് നോക്കാം. എങ്ങനെയാണ് ഇമേജ് റിസോഴ്സ് ആക്സസ് ചെയ്യാനുള്ളത്? ഇമേജ് റിസോഴ്സ് വരുന്നത് RES എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഡ്രോയബിൾ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. ഡ്രോയബിൾ HDPI, LDPI, MDPI, XHDPI, ഇത് കൺസെപ്റ്റ് എന്താ മനസ്സിലായി? ഡ്രോയബിൾ എന്ന് പറഞ്ഞ ഫോൾഡർ 5 ഫോൾഡേഴ്സ് ഉണ്ട് കണ്ടോ, എല്ലാം ഡ്രോയബിൾ ആണ്. അപ്പോൾ എല്ലാ ഡിവൈസിന്റെയും സ്ക്രീൻ റെസൊല്യൂഷൻ എല്ലാ രൂപത്തിലും ആയിരിക്കില്ല. വലിയ ടാബ്ലറ്റിൽ യൂസ് ചെയ്യുന്ന വലിയ സ്ക്രീനില്ല, 7 സ്ക്രീനുള്ള മൊബൈൽ ഫോൺ ഡിവൈസസ് ഒക്കെ ഉണ്ടായിരിക്കും, ആൻഡ്രോയിഡ് ഡിവൈസസ്. അപ്പൊ അതിൽ ചെറിയ ഐക്കണായിട്ട് കാര്യമില്ല, ചെറിയ പിക്ചേഴ്സ്, അതിൽ കുറച്ച് ലാർജ് പിക്ചേഴ്സ് വരണം, അപ്പോൾ അതിന്റെ ആ റെസൊല്യൂഷൻ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഈ കണ്ടന്റ് DPI ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, DPI ഉദ്ദേശിച്ച ഡെൻസിറ്റി ആണ് അവർ പറഞ്ഞത്. HDPI എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി, LDPI പറഞ്ഞാൽ ലോ ഡെൻസിറ്റി, അതുപോലെ MDPI മീഡിയം ഡെൻസിറ്റി, XHDPI എക്സ്ട്രാ ഹൈ ഡെൻസിറ്റി, അതുപോലെ എക്സ്ട്രാ ഹൈ ഡെൻസിറ്റി. അപ്പൊ ഇതിന്റെ ഒക്കെ ഫോൾഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്ത ലൊക്കേഷൻ നമുക്കറിയില്ലേ, എവിടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്? ഇപ്പൊ വർക്ക് സ്പേസിൽ കാണാൻ പറ്റും കോളേജ് എന്നാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഏത് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത കോളേജ് ആണ്, അതുകൊണ്ട് കോളേജ് എന്നുള്ള ഫോൾഡർ ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഉണ്ട് box.jpg. ഈ ഒരു പിക്ചറാണ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോളേജ് എന്നുള്ള ഫോൾഡറിനകത്ത് ഈ RES എന്നുള്ള ഫോൾഡർ, അതിന്റെ അകത്ത് നമുക്ക് കാണാൻ ഡ്രോയബിൾ ആണ് ഫോൾഡേഴ്സ്. ഇതിലെല്ലാം നമ്മൾ പേസ്റ്റ് ചെയ്തിടണം. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഉണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ ഡിവൈസിലും നമ്മൾ കോപ്പി ചെയ്തിടാം, ജസ്റ്റ് പേസ്റ്റ് ചെയ്തിടാം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നോക്കാം നമ്മുടെ ഡിവൈസിൽ നമുക്ക് അത് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഡ്രോയബിൾ എന്ന ഫോൾഡറിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് എന്നുള്ള ബട്ടൺ ഉണ്ടായിരിക്കും. ഓക്കെ, അതാ റീഫ്രഷ്. ഇപ്പൊ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ ഫോൾഡർ കണ്ടോ, ബോക്സ്. ഓക്കെ, ബോക്സ് എല്ലാത്തിലും വന്നിട്ടുണ്ട് ബോക്സ്. ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പിക്ചേഴ്സും നമുക്ക് ഇതുപോലെ കൊണ്ടുവന്നിടാം. ഇങ്ങനെ കൊണ്ടുവന്നിട്ടാൽ മാത്രമേ ഇവിടെ ആക്സസ് ചെയ്യണ്ടേ. ഇപ്പൊ നമുക്ക് പിന്നെ കോഡ് നമുക്ക് എഴുതാം. ഇങ്ങനെ കോഡ് എഴുതാം, ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ബോർഡിൽ അല്ലെ. ഇവിടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന് ഇടയിൽ ഈ ഒരു ബട്ടൺ കൺട്രോൾ ആണ്, ഈ ബട്ടൺ കൺട്രോൾ, ഇതിന്റെ ഉള്ളിൽ നമുക്ക് കോഡ് എഴുതി കൊടുക്കാം, XML കോഡ് അല്ലെ. പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എഴുതുക? ആൻഡ്രോയിഡ് കോളൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇതാണ് പ്രോപ്പർട്ടി. ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു, ഇനി ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് നമുക്ക് കൊടുക്കാം. ഏത് കൊടുക്കാം? @ കൺട്രോൾ സ്പേസ് എടുത്ത് നോക്കി അവിടെ വരും. ഏതൊക്കെയാ ഡ്രോയബിൾ അല്ലേ അപ്പൊ നോക്കുന്നത്? അതെ, ഡ്രോയബിൾ. ദെൻ അവിടെ കൺട്രോൾ സ്പേസ് അടിച്ചാൽ ഡ്രോയബിൾ എന്ന ഫോൾഡർ എന്തൊക്കെ ഫയൽ ഉണ്ട്? ബോക്സ്, IC ലോഞ്ചർ. അപ്പൊ നമുക്കിപ്പോ ആവശ്യം ബോക്സ് ആണ്. അപ്പൊ അവിടെ സേവ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ വന്നുള്ളൂ കേട്ടോ. സോ ബോക്സ് ടൈപ്പ് ചെയ്യാം, ബോക്സ് കിട്ടി. അപ്പൊ ഈ ഒരു കണ്ടന്റ് അവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് സേവ് ചെയ്തു, ഇനി ഒന്ന് റൺ ചെയ്തോ, ഈ ഒരു ഭാഗത്ത് നോക്കുക കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ റെസൊല്യൂഷൻ അനുസരിച്ച് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു ബട്ടൺ ആണ്. ഇവിടെ ഷോ എഴുതി കാണാൻ പറ്റും നിങ്ങൾക്ക് ഇല്ലേ? ഷോ കാണുന്നുണ്ടോ? ഇതൊക്കെ ഒരു ഷോ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ മുകളിൽ ഷോ ഉണ്ട്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് കളർ കണ്ടാ, അത് ഓൾറെഡി നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് കളർ എന്തായിരുന്നു? കളർ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത കളർ നെയിം ഇവിടെ ഉണ്ട് അല്ലെ. ഏത് കളർ ആയിരുന്നു? നേരത്തെ നമ്മൾ ഒരു യെല്ലോ കളർ കൊടുത്തല്ലോ ഈ ഒരു ഭാഗത്തിന്. ആ കളർ നെയിം നമുക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഒന്ന് കാണും, ബ്ലാക്കിൽ യെല്ലോ കൊടുത്താൽ അവിടെ കാണുന്നുണ്ടോ ഷോ യെല്ലോ. അപ്പൊ അവിടെ ഒരു കളർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കളർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു അല്ലെ. ഇവിടേക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കളർ നെയിമാണ് അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്തു. സോ റിസോഴ്സ് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റിസോഴ്സ് ആക്കി മാറ്റുന്നത്. എവിടെ നമുക്ക് ഈ ഒരു കളർ അപ്ലൈ ചെയ്യണമെങ്കിലും ഈ കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, സോ ഷോ എന്നുള്ളൊരു കണ്ടന്റ് കാണുന്നുണ്ട്. ഇതൊരു ബട്ടൺ ആണ്. അപ്പൊ ഇത്രയും സൈസ് കൂടിയില്ലേ, നമുക്ക് സൈസ് കുറക്കാം. എങ്ങനെ കുറക്കും? ഇവിടെ നമുക്ക് അതിന്റെ ലേഔട്ട് അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇതുണ്ടോ, ലേഔട്ട് വിഡ്ത്ത് റാപ്പ് കണ്ടന്റാ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ റാപ്പ് കണ്ടന്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്കിവിടെ നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, അതായിരുന്നു ഡയമെൻഷൻ കൺട്രോൾ. നമുക്ക് ആ ഡയമെൻഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഏതാ ഡയമെൻഷൻ? നമുക്കൊരു 50 കൊടുക്കാം. 50 ഡയമെൻഷൻ ഏതൊക്കെ ടൈപ്പിൽ കൊടുക്കാൻ പറ്റും? ഇഞ്ച്, മില്ലിമീറ്റർ, ദെൻ പിക്സൽ, പോയിന്റ് കൊടുക്കുക. നമുക്കൊരു കൺട്രോൾ സ്പേസ് എടുത്ത് കൊടുത്താൽ അവിടെ കാണാൻ പറ്റില്ല കണ്ടോ. 50 DP ആണോ, 50 SP ആണോ, PT ആണോ, പോയിന്റ് ആണോ, ഇഞ്ച് ആണോ, പിക്സലിലാണോ? നമുക്ക് പിക്സൽ കൊടുത്തു നോക്കാം. ഏത് ഓർഡറിലും കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പിക്സൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ 50 പിക്സൽസ്. ഏതാ വിഡ്ത്ത്? ഹൈറ്റും നമുക്ക് അതുപോലെ നമുക്കൊരു 50 കൊടുക്കാം. 50 പിക്സൽ. ഇപ്പൊ ഒരു പിക്സൽ എത്ര നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 50 പിക്സൽ എത്ര കിട്ടും നമുക്ക്? സേവ് ചെയ്തു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണോ 50 പിക്സലാണ് ഇത് കൊടുത്തുള്ളത്. അതാണ് ഇങ്ങനെ വന്നുള്ളത്. സൈസ് കൂട്ടാൻ കഴിയില്ല, കാരണം നമ്മൾ സെറ്റിൽ കൊടുത്തതല്ലേ. നമുക്ക് അതൊരു ബട്ടൺ രൂപത്തിലാക്കണ്ടേ. അപ്പൊ അതിന് നമുക്ക് പിക്സൽ സൈസ് കൂട്ടാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു കോഡിൽ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ വരും ഒരു 300 കൊടുത്ത് നോക്കാം. 300 വിഡ്ത്ത്, ഹൈറ്റ് 100 കൊടുത്ത് 75 കൊടുത്ത് നോക്കാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയേ കോഡ് ലേഔട്ട് യൂസ് ചെയ്യും. വലിയൊരു കുഴപ്പമില്ല അല്ലെ. ഒരു ബട്ടൺ രൂപത്തിലുണ്ട്. ആ ബട്ടന്റെ സൈസ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് മാറ്റിയത്.
ഈ ടോപ്പൽ കളറാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ചേഞ്ച് ചെയ്യാം. അതിന് നമ്മൾ എന്താ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ യെല്ലോ കളറാണ് കൊടുത്തുള്ളത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഡ്രോയബിൾ അല്ലേ, ഡ്രോയബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ബോക്സ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, കണ്ടോ ഇതിന് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ കോഡ് എഴുതാം. ഇത് ഇന്റർഫേസ് വഴി നമ്മൾ ചേഞ്ച് ചെയ്യാനാണ് ഈ ഒരു ഭാഗത്തിൽ പ്രോപ്പർട്ടീസിൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കോഡ് എഴുതാം. ഇവിടെ കോഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അതും അല്ലെങ്കിൽ ജാവ കോഡ് എടുക്കുക. ഇത് ജാവ കോഡ് ആണ്. ഏതാ, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ജാവയിൽ കോഡ് നമുക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇത് നമ്മൾ രണ്ട് കൺട്രോൾസ് പറഞ്ഞു. ഏതാ, ഈ പിക്സലിന്റെ കണ്ടന്റ് അല്ലേ, പിക്സൽ ഡി പി കൊടുത്തു വെക്കാം. ഓക്കെ, ഡി പി കൊടുത്ത് എങ്ങനെ വരും നോക്കാം. അപ്പൊ സൈസ് വ്യത്യാസം വരെ, കാരണം പിക്സലിന്റെ കറന്റ് ടൈപ്സ് അല്ല ഡി പിയിൽ വരാം. നോക്കാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡി പി കൊടുക്കാം. രണ്ട് ഡി പി കൊടുത്തു ശേഷം ഒന്ന് സേവ് ചെയ്ത് ഒന്ന് നോക്കാം എങ്ങനെയാണ് കണ്ടന്റ് വരുന്നത്. കണ്ടോ, ഡി പി കുറച്ചും സൈസ് കൂടിയതാണ്. പിക്സലിനേക്കാൾ കുറച്ച് സൈസ് കൂടിയ. ഇഞ്ച് കൊടുക്കാം. ഇഞ്ച് കൊടുക്കുമ്പോൾ വളരെ സൈസ് അല്ലെ, മില്ലിമീറ്റർ കൊടുക്കാം. സെറ്റ് ചെയ്തു, മില്ലിമീറ്റർ കൊടുത്തു നോക്കാം. ഓക്കെ, അല്ലേ, 300 അതുപോലെ 75 ഓക്കെ, സേവ് ചെയ്യും. നോക്കാം എത്ര വരുന്നത് നോക്കിയാൽ കണ്ടോ, അത്ര കൊടുത്ത 20 വരും. അത് ആക്ച്വൽ സൈസ് ആണ്. മറ്റേത് ഡിജിറ്റൽ സൈസ് ആണ്, ഇത് ഫിസിക്കൽ സൈസ് ആണ്. ക്ലാസ് എടുത്ത് കറക്റ്റ് പറയണ്ടായിരുന്നു അല്ലേ, അതാണ് വ്യത്യാസം. ഓക്കെ അല്ലേ? സോ നമുക്ക് പിക്സൽ കൊടുക്കാം. പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ഒരു കൺട്രോൾ ഇതുപോലെ വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ രണ്ട് റിസോഴ്സസ് കിട്ടി. ഒന്ന് ഡയമെൻഷൻ റിസോഴ്സസും വേറൊന്ന് ഇമേജ് റിസോഴ്സും. ദെൻ ഇനി ലാസ്റ്റ് വൺ ലേഔട്ട് റിസോഴ്സസ്. ഓക്കെ, നമുക്ക് ലേഔട്ട് നോക്കാം. ഇത് ഒരു നോർമൽ ഡീഫോൾട്ട് ലേഔട്ട് ആണ്. നോക്കി, ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML. ഇതാ ഒരു ലേഔട്ട് നോക്കി, റിലേറ്റീവ് ലേഔട്ട്. റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയാൻ കാരണം ഇതിന്റെ കൺട്രോൾസ്, ഞാൻ ഇവിടെ ഒരു കൺട്രോൾ ഓൾറെഡി ഉള്ള ഒരു കൺട്രോൾ ആണ്, ഒരു ബട്ടൺ കൺട്രോൾ കൊണ്ടുവരിക. കണ്ടോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ കണ്ട ഒരു ആരോ വരുന്നുണ്ടോ, കണ്ടോ, ഫസ്റ്റ് മുകളിൽ ഒരു ആരോ. ഇപ്പൊ ഇവിടെ എഴുതിയുള്ള കോഡ് വായിച്ചു നോക്കിയേ. ടു റൈറ്റ് ഓഫ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് വ്യൂ 1. ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ ഹലോ വേൾഡിന്റെ കണ്ടന്റ് ആണ്. അതിന്റെ സൈസ് നോക്കിയാൽ അതിന്റെ അവിടുന്ന് റൈറ്റ് നീങ്ങിയിട്ട് എന്നാ പറഞ്ഞത്. അതുപോലെ ബിലോ ഇസ് ഈക്വൽ ടു, ബിലോ എങ്ങനെ വരുന്നത്, ടെക്സ്റ്റ് വ്യൂ 1 ദെൻ മാർജിൻ 14 dp. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചേഞ്ച് ചെയ്യാം. കണ്ടോ, മാർജിൻ 15 dp, മാർജിൻ 14 dp. ഇപ്പൊ നെക്സ്റ്റ് കൺട്രോൾ അണ്ടർലൈൻ. ഇത് ഓരോന്നും ഒരു റിലേഷൻ ഉണ്ട്. തൊട്ട് മുമ്പിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഏതൊക്കെ കൺട്രോൾസ് ഉണ്ടോ ആ കൺട്രോൾസിനൊക്കെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കൺട്രോളിന് ഇത്ര മാറിയിട്ട് ഞാൻ ഇവിടെ പ്ലേസ് വിചാരിക്കാം. ഓക്കെ, ഇത് ബട്ടൺ 2 ആണ്, രണ്ടാമത്തെ ബട്ടൺ അല്ലേ. ഇതിന്റെ കോഡ് നോക്കി, XML കോഡ് ഇവിടെ പറയണ്ട നോക്കി. വേണ്ട, ഇവിടെ ഉണ്ട്, ഇവിടെ മാർജിൻ ലേഔട്ട്, ഈ കൺട്രോളിന്റെ മാർജിൻ ലെഫ്റ്റ് 14 dp, മാർജിൻ ടോപ്പ് 88 dp. അതുപോലെ ടെക്സ്റ്റ് കണ്ടന്റ്, റാപ്പ് കണ്ടന്റ്, ഈ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ റിലേഷൻ ആയിട്ട് വരും. ഇനി അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം ഒന്നുകൂടെ, അപ്പൊ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു ഈ ഒരു പോർഷനിൽ. ഓക്കെ, ഈ അതിന്റെ കൂടെ നോക്കിയേ ഏരിയയില് കണ്ടോ, അലൈൻ ലെഫ്റ്റ് അലൈൻമെന്റ് കഴിഞ്ഞാൽ വന്നുള്ളത് @id text 1, എഡിറ്റ് ടെക്സ്റ്റിന്റെ ഐഡിയിൽ നിന്നാണ് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോർഷൻ അറേഞ്ച് ഉള്ളത്. അപ്പൊ വേറൊരു കൺട്രോളുമായി ഇത് ലിങ്ക് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ഇവിടെ നോക്കിയേ, ബിലോ ഓഫ് ദി ടെക്സ്റ്റ് വ്യൂ പോയിന്റ്, ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ കൺട്രോളിന് മുകളിൽ അതിന്റെ താഴെയാണ് ലേഔട്ട് ബിലോ. അപ്പൊ ഇത് മാറി, ഇത് നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചേഞ്ച് ആവും ഓട്ടോമാറ്റിക്. അത് നമുക്ക് കൂടെ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു കൺട്രോൾ ഇങ്ങോട്ട് മാറ്റി വിചാരിക്കാം, മുകളില താഴെ, ഇതിന്റെ രണ്ടിന് ഇടയിൽ പറ്റും. ഓക്കെ, ഇനി അതിന്റെ കൂടെ നോക്കി എന്താ വരും നോക്കി. അപ്പൊ ഉണ്ടോ, എഡിറ്റ് ടെക്സ്റ്റ് ബിലോ എഡിറ്റ് ടെക്സ്റ്റ് 1 അങ്ങനെ രൂപത്തിലായി. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചേഞ്ച് വരുന്നതാണ്. ഇത് റിലേറ്റീവ് ലേഔട്ടിലാണ് ഇങ്ങനെ വരുന്നത്. റിലേറ്റീവ് ലേഔട്ട്, മൾട്ടിപ്പിൾ ടൈപ്പ് ലേഔട്ടുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഈ ഒരു പോർഷനുണ്ട് ലേഔട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. ലേഔട്ട്സ് ഏതൊക്കെ ലേഔട്ട് ഉണ്ട്, ഗ്രിഡ് ലേഔട്ട്, ലീനിയർ ലേഔട്ട്, വെർട്ടിക്കൽ ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട്, ടേബുലാർ ലേഔട്ട്. ഇതെല്ലാം ലേഔട്ടുകളാണ്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് റിലേറ്റീവ് ലേഔട്ടാണ് വരുന്നത്. അതെ, അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ഈ റിലേഷണൽ ലേഔട്ട് എന്ന് പറഞ്ഞത്. കണ്ടോ, റിലേറ്റീവ് ലേഔട്ട്, ഈ ലേഔട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊന്ന് വരുമ്പോൾ ഫ്രെയിം ലേഔട്ട്, ടേബുലാർ ലേഔട്ട്, എല്ലാ ലേഔട്ടിലും അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കൺട്രോൾസ് വെച്ച് നമ്മൾ പഠിക്കും. അപ്പൊ നെക്സ്റ്റ് മൊഡ്യൂൾ ഓൺവേർഡ്സ് ആണ് ഈ ഒരു കൺട്രോൾസ് ഡീറ്റെയിൽഡ് വരുന്നത്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കുകൾ വരുമ്പോഴും അതിൻ്റെതായ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.